ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ സെയിൽസിൻ്റെ ബില്ല് എൻ്റർ ചെയ്യുമ്പോൾ പർച്ചേസിൻ്റെ റേറ്റ് എങ്ങനെയാണ് നമുക്ക് അപ്പോൾ കാണാൻ പറ്റുക എന്നുള്ളത്. അതായത് സെയിൽസിൻ്റെ ബില്ല് അടിക്കുന്ന സമയത്ത് തന്നെ ആ ഐറ്റത്തിൻ്റെ പർച്ചേസിൻ്റെ റേറ്റ് എത്രയായിരുന്നു എന്നുള്ളത് നമുക്ക് ആ സ്ക്രീനിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ സെയിൽസ് ബില്ല് അടിക്കുമ്പോൾ എങ്ങനെയാണ് പർച്ചേസിൻ്റെ റേറ്റ് അപ്പം തന്നെ കാണാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം നമ്മളൊരു ഐറ്റത്തിന് സെയിൽസ് റേറ്റ് നിശ്ചയിക്കുക പർച്ചേസ് റേറ്റിൻ്റെ മുകളിൽ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ പർച്ചേസിൻ്റെ റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഐറ്റത്തിന് എത്രയാണ് സെല്ലിംഗ് പ്രൈസ് വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്ത് പോവാതെ തന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് എങ്ങനെയാണ് കാണുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ +2 അല്ലെങ്കിൽ BCom ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടാലി വീട്ടിലിരുന്നിട്ട് തന്നെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ജോലി നേടാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. ഒരു സെയിൽസിന്റെ ട്രാൻസാക്ഷൻ ആണ് ചെയ്യണത്. അപ്പോൾ സെയിൽസിന്റെ ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ വൗച്ചറാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ നമുക്ക് പാർട്ടിയുടെ പേര് അല്ലെങ്കിൽ നമുക്ക് ക്യാഷിനാണെങ്കിൽ സെയിൽ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ABC എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിക്കാണ് ഇവിടെ സെയിൽ നടത്തുന്നത്. അപ്പോൾ ABC സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസ് എല്ലാം വരും. ഡെസ്പാച്ച് ഡീറ്റെയിൽസ് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അപ്പോൾ ഇവിടെ പാർട്ടിയുടെ ഡീറ്റെയിൽസ് വരും. പാർട്ടിയുടെ ഡീറ്റെയിൽസിൽ ആരൊക്കെയാണ് വിൽക്കണത്, അവരുടെ മെയിലിംഗ് നെയിം, അഡ്രസ്സ്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഏതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് എന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് GST ഒക്കെ വരിക. കാരണം സ്റ്റേറ്റിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ അവിടെ IGST ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങളൊരു സെയിൽസ് ബില്ല് അടിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം. സെയിൽസ് ബില്ലാണെങ്കിലും പർച്ചേസ് ബില്ലാണെന്നുണ്ടെങ്കിലും പാർട്ടിയുടെ പ്ലേസ് എവിടെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ പാർട്ടിയുടെ GST നമ്പർ എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഐറ്റം കൊടുക്കാം. ഇവിടെ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഇപ്പോൾ ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം ഇവിടെ കാണിക്കും. നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ നമ്മുടെ കയ്യിൽ എത്ര അവൈലബിൾ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊന്നും നമ്മളിപ്പോൾ ഒരു ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇന്ന് സെലക്ട് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഫേസ് വാഷ് ആണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഫേസ് വാഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 200 ക്വാണ്ടിറ്റി ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് 250 ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളിപ്പോൾ വിൽക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വിൽക്കണ സമയത്ത് നമ്മൾ ഒരു 150 ആണ് വിൽക്കണത്. ഇവിടെ 150 ക്വാണ്ടിറ്റി അടിച്ചു. എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ റേറ്റ് കാണണം. അപ്പോൾ ഇവിടെ സെല്ലിംഗ് റേറ്റ് ആണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ റേറ്റ് വന്നിട്ടില്ല. അപ്പോൾ പർച്ചേസിൻ്റെ റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഐറ്റത്തിന് സെല്ലിംഗ് റേറ്റ് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് പർച്ചേസ് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഒരു ഷോർട്ട് കീ അടിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് Alt+S പ്രസ് ചെയ്താൽ മതി. Alt+S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനാണ് വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഇവിടെ കാണിക്കും. ഇവിടെ കോസ്റ്റ് പ്രൈസ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. 60 ആണ് ഈ ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വിൽക്കേണ്ടത്. അപ്പോൾ 60 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റത്തിന് മുകളിൽ നമ്മൾ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് വിൽക്കുക. അപ്പോൾ പ്രോഫിറ്റ് മാർജിൻ ഉണ്ടായിരിക്കും. ഓരോ കമ്പനിക്കും ഓരോ പ്രോഫിറ്റ് മാർജിൻ ഉണ്ടായിരിക്കും. 25% അല്ലെങ്കിൽ 35% ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് ആ ഐറ്റം വിൽക്കുക. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് സെല്ലിംഗ് പ്രൈസ് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോണ റേറ്റ് എന്ന് പറയുന്നത് 100 rupees ആണ്. 100 rupees കൊടുത്തു. എൻ്റർ അടിച്ചു.
അപ്പോൾ ഇവിടെ സെയിൽസ് ഉള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. സെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അടുത്ത ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഹാൻഡ് വാഷ് ആണ്. ഹാൻഡ് വാഷ് നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 270 ഉണ്ട്. നമ്മൾ എൻ്റർ അടിച്ചു. ഹാൻഡ് വാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിൽക്കണതാണെന്നുണ്ടെങ്കിൽ ഒരു 100 ആണ് വിൽക്കണത്. അപ്പോൾ 100 അടിച്ചു. അപ്പോൾ അതിൻ്റെ ഇതേപോലെ തന്നെ റേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടസ് പ്രസ് ചെയ്തു. അപ്പോൾ ഓൾട്ടസ് പ്രസ് ചെയ്തതിന് വെച്ചെങ്കിൽ ഇവിടെ ഹാൻഡ് വാഷിൻ്റെ കോസ്റ്റ് പ്രൈസ് ഇവിടെ കാണിക്കും. 50 റുപ്പീസാണ് ഹാൻഡ് വാഷിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസും കൂടി ഇതിൻ്റെ മുകളിൽ നമുക്ക് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള റേറ്റ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനാണെങ്കിൽ അടിച്ചു കൊടുക്കുന്ന റേറ്റ് പറയുന്നത് ഒരു 75 ആണ് അടിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ വീണ്ടും സെയിൽസ് ഉള്ളത് വന്നു. എൻ്റർ അടിച്ചു. നമുക്ക് ജസ്റ്റ് അടുത്ത ഐറ്റം ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഐറ്റം കൊടുക്കാം. അടുത്ത ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൈദ സെലക്ട് ചെയ്തിട്ടെടുത്തു. മൈദയാണെങ്കിൽ ഒരു 25 kg ആണ് വിൽക്കുന്നത്. നമുക്ക് വീണ്ടും ഇവിടെ വെച്ചിട്ട് നമ്മൾ ഓൾട്ടസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മൈദയുടെ പ്രൈസ് അറിയാൻ പറ്റും. മൈദയുടെ പ്രൈസ് പറയുന്നത് ഇവിടെ 30 റുപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൈദയ്ക്ക് നമുക്ക് ഇനി അവിടെ സെല്ലിംഗ് പ്രൈസ് കൊടുക്കാം. ഇപ്പോൾ 30 റുപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ അതിൻ്റെ മുകളിൽ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ പോണ റേറ്റ് പറയണതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 60 റുപ്പീസാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ സെയിൽസ് ഉള്ളത് വന്നു. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ടാക്സ് കൊടുക്കാം. CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. SGST എടുത്തു. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 28,125 ആണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രിൻ്റാണ് കാണണമെങ്കിൽ ഇവിടെ മുകളിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പ്രിൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ കറണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രിവ്യൂ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ പ്രിവ്യൂ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് F4 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാണ് വിറ്റിരിക്കുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ ഐറ്റംസ് ആണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, റേറ്റ് എത്രയാണ്, അതേപോലെ തന്നെ CGSTയും SGSTയും ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമുക്കിത് കൺട്രോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു സെയിൽസിൻ്റെ ബില്ലാണ് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ ബില്ലിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരും. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സെയിൽസിൻ്റെ ബില്ല് അടിക്കുന്ന സമയത്ത് പർച്ചേസർ റേറ്റ് കാണാൻ പറ്റുക. ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്കിപ്പോൾ ടാലി പ്രൈമിലെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കിപ്പോൾ ഒരു ബില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഒരു സെയിൽസിൻ്റെ ബില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സെയിൽസിൻ്റെ ബില്ലിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് വേറൊരു സെയിൽസിൻ്റെ ബില്ല് അടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ വീണ്ടും ABC സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ ഐറ്റം കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഐറ്റം കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഫേസ് വാഷ് തന്നെ കൊടുത്തു. ഫേസ് വാഷ് ആണെങ്കിൽ ഒരു 10 എണ്ണം കൊടുത്തു. സെയിൽസ് എന്നുള്ളതിലേക്ക് എൻ്റർ അടിച്ചു. ഇനി ഞാനിപ്പോൾ ഇതിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഞാൻ വീണ്ടും അടുത്തൊരു സെയിൽസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും അടുത്തൊരു സെയിൽസ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് മുകളിൽ ഗോ ടു ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ വെച്ചിട്ട് മുകളിൽ ഗോ ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് വൗച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് വീണ്ടും നമുക്ക് ആ സെയിൽസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇനി വേറൊരു സെയിൽസാണ് നമ്മൾ ചെയ്യണത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്യാഷിനാണ് സെയിൽ നടത്തുന്നത്. അപ്പം നമ്മൾ ക്യാഷ് എടുത്തു. എൻ്റർ അടിച്ചു. നമുക്ക് പാർട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. നമ്മളിവിടെ വേറൊരു ഐറ്റം നമ്മളിവിടെ കൊടുക്കുന്നു. ഇപ്പോൾ ഷാമ്പു ആണ് കൊടുക്കുന്നത്. ഷാമ്പു അടിച്ചു. നമുക്കിവിടെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു 120 കൊടുത്തു. റേറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഐറ്റം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. നേരത്തെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന സെയിൽസ് ബില്ല് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അപ്പം നമുക്ക് ഒരു സെയിൽസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു സെയിൽസിനെ, അതായത് നമുക്ക് ഒരു സെയിൽസിൻ്റെ ബില്ല് അടിക്കുന്ന സമയത്ത് ആ സെയിൽസിനെ നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ബില്ല് നമുക്ക് അടിക്കാം. അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പഴയതിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ ഇത് ടാലി പ്രൈമിലെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ടാലി പ്രൈമിൽ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.